ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് സെക്കൻഡ് വീഡിയോ ആണെന്ന് അറിയാം. കുറച്ച് ഗ്യാപ്പ് എടുത്തു. ഒരു ഭൂട്ടാൻ റൈഡിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളിവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 1300 GS പറ്റി പറയാനല്ല, ഇതിന്റെ ഒരു കിഡ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് നൺ അതർ ദാൻ BMW F450 GS. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾ ന്യൂ F450 GS ആണ്. പിന്നെ നമ്മൾ ഈ ബൈക്ക് ഈ സെഗ്മെന്റിലുള്ള ബാക്കിയുള്ള അതർ ബ്രാൻഡ്സ് ബൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പാരലൽ ട്വിൻ സിലിണ്ടർ ആണ് വരുന്നത്. അതിന്റെ ഫയറിംഗ് റേഷ്യോ 135 ഡിഗ്രി വരുന്നത്. അത് മോർ ദാൻ കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ്. നമുക്ക് നല്ല ഇനീഷ്യൽ ടോർക്കും നല്ല പവറും ഫീൽ ചെയ്യും അതിൽ. പിന്നെ നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് ഈസ് എ വെരി ബിഗിനർ ബൈക്ക്. നമുക്കിപ്പോ 1300 ഒറ്റയടിക്ക് പോയി എടുത്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കല്ല. അത്യാവശ്യം നല്ല വെയിറ്റും വരുന്നുണ്ട്. 1300 cc ബോക്സർ എഞ്ചിന് വരുന്നത്. അപ്പൊ അതിന്റെ സെയിം ഹാൻഡ്ലിങ്ങും കുറച്ചുകൂടി നമുക്ക് ലിമിറ്റ് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിരിക്കും ഈ വണ്ടി. പിന്നെ അതിൽ കീലെസ് എൻട്രി ആണ് വരുന്നത്. ഇതിൽ നമുക്ക് കീ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ആ വണ്ടിയിൽ വരുന്ന അതേ വണ്ടർ വീൽ ടെക്നോളജി, ഹീറ്റഡ് ഗ്രിപ്സ്, ഹസാർഡ്, ട്രാക്ഷൻ മാനുവൽ നമുക്ക് ഓൺ ആക്കാം ഓഫ് ആക്കാം, ഈ മെനു ബട്ടൺ, പിന്നെ റൈഡിംഗ് മോഡ്സ് 5 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. റെയിൻ, റോഡ്, എൻഡ്യൂറോ പ്രോ. ഈ എൻഡ്യൂറോയിൽ ട്രാക്ഷൻ ഓഫ് ആവും. അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കണേ. കാരണം ഈ സ്വിച്ചിൽ വേണമെങ്കിൽ നമുക്ക് പഴയ 1250 ഈ സ്വിച്ചിൽ വരുമ്പോൾ ഇവിടെ ABS ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഉണ്ടായിരുന്നു. ഇവിടെ ട്രാക്ഷന്റെ സ്വിച്ച് ആണ്. ഇവിടെ മോഡിൽ എൻഡ്യൂറോ മോഡ് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ്യൂറോ ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് ഓഫ് ആവും, ട്രാക്ഷൻ ഓഫ് ആവും. പക്ഷേ ആ റോഡ് മോഡിന്റെ പവർ ഉണ്ടാവുള്ളൂ. എൻഡ്യൂറോ പ്രോ വരുമ്പോൾ മോർ പവറും ട്രാക്ഷൻ മിനിമലായിരിക്കും, ABS ഉണ്ടാവില്ല. എൻഡ്യൂറോ പ്രോ ഇട്ട് ഓടിക്കണമെങ്കിൽ കുറച്ചുകൂടി വണ്ടി കയ്യിലാവണം. അത് വണ്ടി നമുക്ക് അതിന്റെ അതോറിറ്റി വരുന്ന ഒരു മോഡാണ് എൻഡ്യൂറോ പ്രോ ആ ബൈക്സിലൊക്കെ. ഇത് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഓടിച്ച് നോക്കിയിട്ട് ബാക്കി സെറ്റായിട്ട് പറഞ്ഞുതരാം. രക്ഷയില്ലാട്ടോ. പിന്നെ 1250 1300 ടേണിംഗ് റേഡിയസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മൊത്തം വളച്ചിട്ടില്ല. മൊത്തം വളയ്ക്കുമ്പോൾ കേട്ടോ. മൊത്തം വളയ്ക്കട്ടെ. ഇത് ടേണിംഗ് റേഡിയസ് ഉണ്ടോ ഇത്രയും? ക്ലച്ച് പിടിക്കാണ്ട് ഇടാൻ പോണ്. ക്ലച്ചില്ല, ക്ലച്ച് പിടിക്കാനുള്ള ഫസ്റ്റ് ഇടാൻ പോണ്. ഫ്രണ്ടിൽ ചില്ലാണ്, ചാടുമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഓക്കെ, ഫസ്റ്റ് ഇട്ടു, ചാടിയിട്ടില്ല. അപ്പൊ ഒരു 2500 RPM വണ്ടി ഫ്രണ്ടിലേക്ക് പോവാ. ലൈക്ക് സ്കൂട്ടർ എടുക്കണ പോലെ കൊണ്ടുപോകാം. ഇനി ഞാൻ പറയാൻ പോണ സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് BMW ആക്ച്വലി ഈ സ്ക്രീൻ ഇപ്പോൾ ഇത്ര നാൾ 1250 വലിയ S1000 അങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അവർ വണ്ടി എടുക്കാൻ വരുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുറക്കുന്നല്ലാണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ആരും ഇത് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. വേറെ വീഡിയോസ് ഞാൻ കണ്ടില്ല. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ 450 വന്ന സ്ഥിതിക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ക്രീനിലേക്ക് കാണിച്ച് ഈ ആരോ മാർക്ക് ഉണ്ട്. ഈ ക്ലസ്റ്ററാണ് ഇവിടെ അകത്ത് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്ന എല്ലാ വണ്ടികളും ഈ സെയിം ക്ലസ്റ്റർ തന്നെ വരുന്നത്. അപ്പോൾ ഈ ആരോ മാർക്കാണ് ഈ ആരോ മാർക്ക്, ഈ ഓക്കെ. ഇത് ബാക്കി ബൈക്സ് ബിഗ് ബൈക്സിലൊക്കെ വരുമ്പോൾ മെനു എന്നായിരിക്കും. അപ്പോൾ ഈ ഓക്കെ ഞെക്കുമ്പോൾ കണ്ട നമ്മൾ ഈ സെറ്റിങ്സ്, ഇതാണ് വണ്ടർ വീൽ എന്ന് പറയുന്നത്. ഈ മൈ വെഹിക്കിൾ വീണ്ടും സെലക്ട് ചെയ്യാനായിട്ട് ഈ ആരോ മാർക്ക് കണ്ട, അതാണ് ഈ ആരോ മാർക്ക്. ഇത് ഞെക്കി കഴിഞ്ഞാൽ അത് വീണ്ടും സെലക്ട് ചെയ്യും. ഇതിലാണ് നമുക്ക് വണ്ടിയുടെ ഇനി എത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, ബാറ്ററി വോൾട്ടേജ്. ഇത് മിനിമം 12 ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. 12, 4, 13 വേണം സ്റ്റാർട്ട് ആവാനായിട്ട്. അപ്പോൾ ഇതിൽ മൈ വെഹിക്കിൾസിൽ നമുക്ക് ഇതറിയാം. നമ്മുടെ ജേണി, ട്രിപ്പ്, ബ്രേക്ക്, കറണ്ട് എല്ലാം അറിയാം. അങ്ങനെ അത് 2 ഉണ്ട്. പിന്നെ സർവീസ് ഓവർ ഡ്യൂ, പിന്നെ എന്തെങ്കിലും വാണിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം വരിക. അതിൽ ടാങ്ക് റിസർവ് ഉണ്ടാവില്ല. അത് മാത്രമേ ഇപ്പോൾ ഇതിൽ വാണിംഗ് ഉള്ളൂ. ഇനി സർവീസ് ഓവർ ഡ്യൂ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാണിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വരും. പിന്നെ ബാക്ക് വീണ്ടും ഈ സെയിം സ്വിച്ച്. ഈ മീറ്റർ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സ്പോർട്സ് മീറ്റർ ആകെ ഉണ്ടായിരുന്നത് S1000 RR. പിന്നെ S1000 XR, S1000 R.
ഈ വണ്ടികളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സാധനം വന്നത് GS വന്നത് 1300 ഈ സാധനം വന്നത്. 900 850 ആ മീറ്ററില്ല. ഈ മീറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DTC ട്രാക്ഷൻ നമ്മൾ എന്തോരം ചെയ്തു, ബ്രേക്കിംഗ്, പിന്നെ ലീൻ ആംഗിൾ, മെയിൻ തിങ് ലീൻ ആംഗിൾ ഇത് ഇൻബിൽറ്റ് വണ്ടിയിൽ വരുന്നുണ്ട് GS. അതും ഈ 450 കേട്ടോ. 850 പോലും 900 പോലും ഇല്ലാത്ത സാധനമാണ്. അത് ബാക്ക് അടിച്ചു. ആ സ്പോർട്സ് മീറ്ററിൽ തന്നെ ഇപ്പം നമ്മുടെ S1000 M1000 ഒക്കെ ആണെങ്കിൽ 3 എണ്ണം ഉണ്ട്. ഇങ്ങനെ 3 സാധനമുണ്ട്. അതിൽ നമുക്ക് വേറെ കൂടുതൽ മറ്റേ ലാപ്പ് ടൈം കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊരു സ്പോർട്സ് ബൈക്ക് അല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യമില്ല. ബട്ട് അത് നമുക്ക് ലീൻ ആംഗിളിന് വേണ്ടി തന്നിട്ടുണ്ട്. എൻഡ്യൂറോ പ്രോയിൽ നോക്കിയാലോ. എൻഡ്യൂറോ പ്രോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മോഡ്. സാധനം കണ്ടോ, ഇതിൽ ABS ട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് വാണിംഗ് കാണിക്കണം. ഇപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിക്കോടെ ഓടിച്ചിട്ട് 23 ഡിഗ്രിയും 14 ഡിഗ്രി. എന്റെ ടോപ്പ് ലീൻ ആംഗിൾ 48 ഡിഗ്രിയാണ്. ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്ത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ല. ഇങ്ങനെ കൊണ്ട് നിർത്തുമ്പോൾ ഈ ഫ്രണ്ട് ബ്രേക്ക് വലിച്ചുകൂടെ അല്ലെങ്കിൽ ബാക്ക് ബ്രേക്ക് ഹാർഡായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആക്റ്റീവ് പോകും. ബാക്കിയുള്ള ഈ സ്ക്രീനുള്ള അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഉള്ള ബിഗ് ബൈക്സിൽ ബാക്കിയെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇതില്ലാന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഇല്ലാന്ന് പറഞ്ഞത്. പിന്നെ ക്ലച്ച് ഇല്ല കേട്ടോ. ക്ലച്ച് ഉണ്ട്, മറ്റേതുപോലെ ക്ലച്ച്ലെസ് അല്ല. ബട്ട് ഇതിന് ഈസി ഷിഫ്റ്റ് അസിസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റിലാണ് കിടക്കണേ, ക്ലച്ച് ഇല്ല, പോവാണ് ബൈ. ഇപ്പൊ നമ്മൾ കണ്ടത് ആക്സസറീസ് ഒന്നും ഫുള്ളി ലോഡ് ചെയ്യാത്തൊരു 450 ആണ്. ഇനി നമുക്ക് ഫുള്ളി ആക്സസറീസ് ലോഡ് ചെയ്ത് 7 lakhs അടുത്തൊന്നും വരും. ഫുള്ളി ആക്സസറീസ് ലോഡ് ചെയ്യുമ്പോൾ ഇപ്പൊ കണ്ടിരുന്നത് 6,90,000 സംതിങ് വരണേ. അതും ബാക്കിയുള്ള വണ്ടികളും കാണിച്ചു തരാം. ഈ F സീരീസിലുള്ളത് പാരലൽ ടിൻ ഉണ്ടാ F എന്ന് പറഞ്ഞാൽ. ഹായ്, അഹമ്മദ് പ്രൊഡക്റ്റ് ജീനിയസ് ആണ്, സീനാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ F450 GSന്റെ ഫുള്ളി ലോഡഡ് വെർഷൻ ട്രോഫി എഡിഷൻ. ഈ F എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ പാരലൽ ടിന്നാണ്. ഇതാണ് ഇതിൻ്റെ 2 പാരലൽ ടിൻ സിലിണ്ടേഴ്സ്. പിന്നെ ഇതിൽ നമുക്ക് സ്പോക്ക് വീൽസ് എവിടെയെന്ന് ചോദിക്കണവർക്ക് ഞാൻ പറയാം. സ്പോക്ക് വീൽസും എക്സോസ്റ്റൊക്കെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ VM വാങ്ങുമ്പോൾ അറിയാം, ഓട്ടോമാറ്റിക് മറ്റേ നമുക്ക് എക്സോസ്റ്റ് ആക്രപോയിക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട്. മോട്ടറാട് കൊളാബ് ചെയ്ത് വരുന്ന എക്സോസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ എക്സ്ട്രാ അഡീഷണൽ ആക്സറി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോക്ക് വീൽസും. പിന്നെ ഇതിൽ ഈസി റൈഡ് ക്ലച്ച് വരുന്നുണ്ട്. മഗ്നേഷ്യം കവറാണ് ഇതിന് വരുന്നത്. ടിൻറ്റഡ് വൈസർ വരുന്നുണ്ട്. ട്രോഫി എഡിഷൻ വരും ഗൈസ്. പിന്നെ ഈ ട്രോഫി എഡിഷനിൽ റയർ സസ്പെൻഷൻ ഡാമ്പിങ് അഡാപ്റ്റീവ് ആണ്. കൂടാതെ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ റീബൗണ്ടും കംപ്രഷനൊക്കെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോളും ഡൈനാമിക് ബ്രേക്ക് കൺട്രോളും പിന്നെ ട്രാക്ക് കൺട്രോളും വരുന്നുണ്ട്, വിച്ച് ഇസ് MSR ജർമ്മൻ ടേം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കുറേ ആൾക്കാർ ഇതിൽ വീലി കൺട്രോൾ ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇൻ എൻഡ്യൂറോ പ്രോ നമുക്ക് ഈ മെനു പോവുക, സെറ്റിങ്സ് വീണ്ടും സെലക്ട് ചെയ്യാൻ ഈ സാധനം തന്നെ ഈ വെഹിക്കിൾ സെറ്റിങ്സ് ഉണ്ട്. അതിൽ പോയിട്ട് ഈ റൈഡ് മോഡ് പ്രീ സെലക്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട റൈഡുകളൊക്കെ ഇതിൽ എനേബിൾ ആക്കി ഇടാം. അറ്റ് എ ടൈം ഇത്തരം മോഡുകൾ പറ്റും. അതിൽ കോൺഫിഗറേഷനിൽ പോവുക. എന്നിട്ട് എൻജിൻ കണ്ട നമുക്ക് അതിൻ്റെ സെറ്റിംഗ് ഓപ്ഷനിൽ ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. കുറച്ചിടുമ്പോൾ അനുസരിച്ച് അത് റെയിനിലേക്ക് മാറണണ്ട. അതാണ് റെയിൻ മോഡിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ DTC ട്രാക്ഷൻ നമുക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീല് പോസിബിൾ അല്ല. ഇനി പൊക്കണം വീല് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ട്രൈറ്റ് വീല് പോസിബിൾ ഇൻ എൻഡ്യൂറോ ഇത്ര ഈ വണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ABS എൻഡ്യൂറോ പ്രോ ഇത് കൂട്ടിയും കുറച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ പൊക്കണം അല്ലെങ്കിൽ ഒരു വീലി കൺട്രോൾ വേണം. ഇപ്പം ഇത്ര പൊക്കിയിട്ട് വണ്ടി തിരിച്ച് താഴ്ത്തിക്കണം. 60 ഒക്കെ വീലി പോസിബിൾ ആയിരിക്കും ഈ വണ്ണിൽ. ഈ ഒരെണ്ണത്തിലിട്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിട്ട് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൂടുതലായിരിക്കും. നമ്മൾ ഈ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ DTC പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീലി ചെയ്യണം എന്നുള്ളവർക്ക് സ്ലിപ്പ് ഓപ്ഷൻ ഫോർ ഓഫ് റോഡ് ഇത് രണ്ടാമത്തേലിടാം. ഈ സാധനം രണ്ടാമത്തേലിടാം. അപ്പോൾ എൻഡ്യൂറോ പ്രോ രണ്ട് ഓക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീലി പോസിബിൾ. ഇത് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈറ്റ് വീല്. എൻഡ്യൂറോയിൽ നമുക്ക് സ്ലൈറ്റ് വീല് കിട്ടുള്ളൂ. ഒരു 60-40 ഒക്കെ പൊക്കേണ്ട ആൾക്കാർക്ക് എൻഡ്യൂറോയിൽ ഒരെണ്ണത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പൊക്കിയിട്ട് തിരിച്ച് താഴ്ത്തിക്ക് ട്രാക്ഷൻ കട്ട് ചെയ്ത് കൊണ്ടുവരും. അത് കൂട്ടിയിട്ട് കഴിഞ്ഞാലാണ് വീലി ഈസ് നോട്ട് സപ്പോർട്ടഡ്. അപ്പോൾ മാക്സിമം ട്രാക്ഷൻ കഴിയും. അങ്ങനെ അതാണ് ഇതിലുള്ള വീലി കൺട്രോൾ. അതുപോലെ തന്നെ ABSും എൻജിൻ ബ്രേക്കിംഗ് എല്ലാം റോഡ് റെസ്പോൺസും ഒക്കെ നമുക്ക് റൈറ്റ് കോൺഫിഗറേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നാവിഗേഷൻ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ആവും. പിന്നെ നമുക്കൊരു ക്രാഡിൽ എന്ന് പറഞ്ഞിട്ട് BMW 80,000 ഒരു സാധനം വാങ്ങാൻ കിട്ടും. ബേരിയും ഈ സാധനം കണ്ട കണക്റ്റഡ് റൈഡ് ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഫോൺ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ കയറ്റി വയ്ക്കുന്ന സിസ്റ്റം പണ്ടായിരുന്നു. ഈ 1300 ഇറങ്ങി അല്ലെങ്കിൽ 1250 ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് നാവിഗേറ്റർ. നമ്മുടെ വണ്ടികളിലൊക്കെ ഉണ്ട്.
അത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടർ വീലിൽ നമുക്കത് കൺട്രോൾ ചെയ്യാം. ഈവൻ ഫോൺ ഈ ക്രാഡിൽ വെച്ചാലും ഈ മെനു ബട്ടൺ മേളിലേക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നാവിഗേഷനിലേക്ക് മാറിയിട്ട് ഈ വണ്ടർ വീലിൽ നമുക്ക് നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രം ഫ്രണ്ട്ലിയാണ്, നെറ്റ് കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാപ്പൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനിൽ വെച്ചിട്ട് എല്ലാം സെറ്റാണ്. BMW അറിയാലോ. ഈ വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള 1300 സെയിം മെട്രിക് സെറ്റലൈറ്റ് പോലത്തെ ഡിസൈനും ആ സെയിം സംഭവങ്ങൾ തന്നെ. അതിൻ്റെ ചെറുതാണിത്. എനിക്ക് ഇങ്ങനെയാണ് കാലത്ര. ഇതിന് സ്റ്റാൻഡേർഡ് സീറ്റ് ഹൈറ്റിലാണ് ഇങ്ങനെ കാലത്ര കേട്ടോ. 169 ആണ് എൻ്റെ ഹൈറ്റ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എത്ര ഹൈറ്റ്. ഞാൻ ചാടി ചെറിയൊരു മോണം കണ്ടിട്ടാണ്. അപ്പോൾ അത് ഹൈറ്റിലൊരു കാര്യമില്ല, ഒരു കാലം എത്തിയാൽ മതി വണ്ടി ഓടിക്കാൻ. ദൈവത്തോർത്ത് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ 2 കാലം എടുത്ത് പുറത്തേക്കിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. പിന്നെ അതെ ഇറങ്ങുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇറങ്ങാം. ഇത് ബാഗിലുണ്ടല്ലോ, ഞാൻ സിമ്പിളായിട്ട് ഇറങ്ങും. വണ്ടിക്ക് നല്ല ബാലൻസാണ്, അങ്ങനെ വിശ്വസിക്കുക. കുറേയൊക്കെ നമ്മുടെ ഹൈറ്റൊന്നും ഒരു കാര്യമില്ല, ഓടിക്കാൻ അറിഞ്ഞാൽ മതി. അത് ഞാൻ എങ്ങനെയാണ് ട്രെയിനിങ് തരാം, ഞാൻ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതും വേണം ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് വണ്ടി ഒരു രക്ഷയില്ല. ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്നിരുന്നതാണ്. BM ആണല്ലോ, BM-നോട് പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഇഷ്ടമാണ്. അത് എൻ്റെ ഫാനാക്കിയത് ബോക്സർ എഞ്ചിൻ GS ഓടിച്ച് ശീലിച്ചിട്ടാണ്. നിങ്ങൾ ഒരുപാട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എന്നോട് ഒരുപാട് പേര് പറയേണ്ട വീഡിയോ ചെയ്യും 450 എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് പറയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ബെനിഫിറ്റും ഇല്ല ഇത് ചെയ്തിട്ട്. ഒരു കമ്പനി പൈസ വാങ്ങിച്ചിട്ട് ഞാൻ നല്ലതെന്ന് പറയുന്നതല്ല. സോ എൻ്റെ ജെന്യൂൻ റിവ്യൂ ആണ്. വണ്ടി ഒരു രക്ഷയില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടുത്തെ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവും എൻ്റെ കമ്പനിക്കാരനും എൻ്റെ എക്സ് കൊളീഗുമാണ്. അപ്പോൾ അവൻ വന്ന് പറഞ്ഞുതരും. അപ്പോൾ പിന്നെ വെയിറ്റിംഗ് പീരീഡ്, ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് വണ്ടികൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പറഞ്ഞുതരും. പിന്നെ അവൻ്റെ നമ്പർ ആടി കൊടുത്തേക്കാം. അഹമ്മദ് വന്നേ പുറത്തേക്ക്. സോ ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് വരണമെന്ന് പറഞ്ഞാൽ വൈസർ, ഈ ടിൻറ്റഡ് ആയിട്ടുള്ള വൈസർ, ഹാൻഡ് ഗാർഡ്സ്, വൈറ്റ് ഹാൻഡ് ഗാർഡ്സ്, അലൂമിനിയം സം ഗാർഡ് നമുക്ക് ഈ അടിയിൽ കാണുന്നു. ഇതാണ് സ്റ്റോക്ക് വരുന്നത് ബൈ ഡിഫോൾട്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണ ഇതിനകത്ത് ഇപ്പോൾ കറൻറ്റ്ലി എല്ലാ ആക്സസറീസും നമ്മൾ ലോഡ് ചെയ്തിട്ടില്ല. 2-3 സാധനങ്ങൾ നമുക്ക് ഇനി എത്താനുണ്ട്. പക്ഷേ ഉള്ളത് ഞാനിപ്പോൾ കാണിക്കാം. ഫസ്റ്റ് വീൽ ആക്സിൽ വരുന്നുണ്ട്, വീൽ പ്രൊട്ടക്ഷൻ ആക്സിൽ. പിന്നെ നമുക്കൊരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്, ലോവർ ക്രാഷ് ഗാർഡ്. പിന്നെ ഒരു ടാങ്ക് ബാഗ് വരുന്നുണ്ട്, ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് മൗണ്ട് ചെയ്യാം. പിന്നെ ഈ സൈഡ് ബാഗ്സ് ആക്ച്വലി ഇതിൻ്റെ അല്ല, നമുക്ക് GS3 എന്ന് പറഞ്ഞ മോഡലിൻ്റെയാണ്. നമുക്ക് പക്ഷേ ഇതിനകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം, പാനി റെയിൽ വെച്ചിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഇത് ന്യൂ അറൈവലാണ്. ഡഫിൾ ബാഗ് ഏകദേശം 40 ലിറ്റർ ഡഫിൾ ബാഗാണ് വരുന്നത്. നമുക്ക് ഏത് ടെറൈനിലും എങ്ങനെയും ഏത് ക്ലൈമറ്റ് കണ്ടീഷനിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ടയർ ഹഗ്ഗേഴ്സ് വരും. ടയർ ഹഗ്ഗേഴ്സ് ഒരു ആക്സസറീസ് ആണ്. പിന്നെ TFT ഗാർഡ് ഉണ്ട്, ഡിസ്പ്ലേ 6.5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ഒരു ഗാർഡ് വരുന്നുണ്ട്. അതിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഓപ്ഷൻ വരുന്നത് ഇത് എക്സ്റ്റെൻഡഡ് ക്യാരിയറാണ്. ഈ ഡഫിൾ ബാഗ് ഇപ്പോൾ അതിൻ്റെ മുകളിലാണ്. നമുക്കിത് ജസ്റ്റ് അൺക്ലിപ്പ് ചെയ്തിട്ട് യു ക്യാൻ സീ ദിസ്. ഇത് നമുക്ക് ടൂറിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാഗ്സ് കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ്. ഇത് മുന്നേ GS-ൽ ബൈ ഡിഫോൾട്ട് വന്നിരുന്നതാണ്, നമുക്ക് ഇതിനകത്ത് അഡീഷണലാണ്. പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടില്ല. ടയർ ഹഗ്ഗറും നമുക്ക് ന്യൂ അറൈവലായിട്ട് വരും. അതിനകത്തൊരു അഡീഷണൽ ഓപ്ഷനായിട്ട് വരുന്നതാണ്. സോ ദീസ് ആർ ദ മെയിൻ ആക്സസറീസ് ഫോർ ദിസ് ബൈക്ക്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വണ്ടിക്ക് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. ഈ ഒരു 7 lakh ഇതിൽ ബഡ്ജറ്റിൽ നമുക്ക് വേറെ ഇല്ലല്ലോ അഡ്വഞ്ചർ ബൈക്സ്. പിന്നെ ആൾക്കാർ കുറെ പേര് ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഇപ്പം ഇറങ്ങിയാണ് അറിയാലോ. വലിയ വലിപ്പമുണ്ട്, ടോർക്ക് കുറവ്, നീങ്ങാത്ത കുറേ വണ്ടികളുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യണത്. ഓഫ് കോഴ്സ് ഞാൻ കുറേ കമൻസ് കണ്ടതാ, ഇതിലും ഈ പ്രൈസിന് മറ്റേത് കിട്ടൂല. ഈ പ്രൈസിന് ഇത് കിട്ടുള്ളൂ, പാരലറ്റിന് ഈ സെഗ്മെന്റിൽ വേറെ ഇല്ല. പിന്നെ അതിനനുസരിച്ചുള്ള പ്രീമിയം എല്ലാം ഞാൻ അറിയാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി 1250 അതിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കളേഴ്സ് ഏതൊക്കെയാണ് ഈ ട്രോഫി എഡിഷൻ ആണ് ഏറ്റവും കൂടിയത്. ട്രോഫിയാണ് ടോപ്പ് എൻഡ് വരുന്നത്. ദെൻ ബേസ് റെഡ് എന്ന് പറയുന്നത് സ്പോർട്ട് വേരിയന്റ് ആണ്, വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. ബേസ് ബ്ലാക്ക് വരുന്നുണ്ട്, ദെൻ എക്സ്ക്ലൂസീവ് ബ്ലാക്ക്, ദെൻ ട്രോഫി. ദീസ് 3 ഓപ്ഷൻസ്. നീ ഇതിന്റെ പ്രൈസിങ്ങും വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോടേ. പ്രൈസിങ് നമുക്ക് എക്സ്ഷോറൂം വരുന്നത് 470, 490, 530 ആ രീതിയിലാണ് വേരിയന്റുകൾ അനുസരിച്ചിട്ട്. ഓൺ റോഡ് വരുമ്പോൾ ഈ ട്രോഫി വരുമ്പോൾ ഫുള്ളി ആഡ് ഓൺസ്, ആക്സസറീസ് കിറ്റ്, RSA 3 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി 3 year എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് 7.90 ആണ് ഓൺ റോഡ് കേരള വരുന്നത്. സോ ആഡ് ഓൺസ് എല്ലാം ചേർത്തിട്ടാണ് ആ പ്രൈസിങ്. ആൻഡ് ദിസ് ഇസ് എ ഗുഡ് പ്രൈസ് ഓൾസോ. പിന്നെ എനിക്ക് പാരലറ്റിൻ ഞാനായിരുന്നു അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്നതും ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നതും ഓൾ മോഡൽസ് എല്ലാ മോഡലും ആ ഒരു ടൈമിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാം ഞാൻ അത്യാവശ്യം നല്ലോണം ഓടിച്ചാണ് ഒരാളാണ്. എനിക്ക് 850 ഇറങ്ങിയ ടൈമിൽ ബ്രേക്കിംഗ് റൈഡ് എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ പ്രോപ്പറായിട്ട് 5000 RPM ക്രോസ് ചെയ്യാണ്ട് ഓടിക്കുന്ന ഒരു സംഭവമാണ് ബ്രേക്കിംഗ്. അപ്പോൾ അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും വണ്ടിയുടെ ലൈഫും മെയിൻ്റനൻസും മൈലേജും എവറിത്തിങ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് 850 GSI കിട്ടിയ മൈലേജ് ചേട്ടൻ ഞെട്ടും. 26 കിലോമീറ്റർ മൈലേജാണ് എനിക്ക് 3 ആ റോട്ടിൽ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പോയാലും ഇതിന് നീ എത്ര എക്സ്പെക്ട് ചെയ്യണം മൈലേജ്?
ഇത് ആരും നോക്കിയിട്ടൊന്നുമില്ല, ആരും കിട്ടിയിട്ടുണ്ടാവില്ല. റൈഡിംഗ് മോഡ് നമ്മുടെ റൈഡിംഗ് ഇതനുസരിച്ചിട്ടിരിക്കും. എന്നാലും നമുക്കൊരു 25 to 30 ഉറപ്പായിട്ടും കിട്ടും. പ്രോപ്പറായിട്ട് കിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പുള്ളി ഞാൻ കണ്ടതാ 0 to 100 ടെസ്റ്റ് ചെയ്യുന്നത്. ഈ വണ്ടിക്ക് കിക്ക് ഷിഫ്റ്റർ ഉണ്ട്. കിക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ, ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ റോഡിൻ്റെ ഇടയിൽ നമുക്കൊരു വണ്ടി ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുന്ന സമയം തോന്നുമ്പോൾ വെറുതെ കാലുകൊണ്ട് അടിച്ചു കൊടുക്കുന്ന സാധനമാണ് കിക്ക് ഷിഫ്റ്റർ. ഈ സാധനം വേണ്ട, വിടണ്ട, ആർക്കും താഴാണ്ട് ഇങ്ങനെ പോണ സാധനമാണ് കിക്ക് ഷിഫ്റ്റർ. അപ്പോൾ പുള്ളി 0 to 100 ഇതിൻ്റെ പറഞ്ഞത് 6 seconds സംതിങ് ആണ്. പുള്ളി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം ഞാൻ കണ്ടത്. അതെങ്ങനെയാണ് പുള്ളിക്ക് അത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. കിക്ക് ഷിഫ്റ്റർ ഉണ്ട് വണ്ടിക്ക്. ഇത് എനിക്ക് ഓടിക്കാൻ കിട്ടുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എത്ര 0 to 100 പറഞ്ഞിരുന്നായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 174 kg ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 845 mm ആണ്. 845 mm എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് കാലം ഫ്ലാറ്റ് ഫുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എത്തും. ബാക്കി നോർമൽ ബൈക്സിലൊന്നും എനിക്ക് അങ്ങനെ കാലെത്താറില്ല. ശരിക്കും ഒരു കാലെത്തിയാൽ മതി നമുക്കൊരു അഡ്വഞ്ചർ ബൈക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട്. വണ്ടിക്ക് തന്നെ കുറച്ച് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ലോ സീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഹൈറ്റ് കുറഞ്ഞ ഒരാളൊക്കെയാണ് രണ്ട് കാലെത്തിയാലേ കംഫർട്ടബിൾ ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. ഒരു കാലെത്തിയാൽ മതി ബൈക്ക് ഓടിക്കാൻ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് ലോ സീറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ബിഗ് ബൈക്സ് ഓടിക്കുന്ന ഒരുപാട് പേര് ലോ സീറ്റാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം മഞ്ജു ചേച്ചി 1250 ഓടിക്കുന്നതാണ്, ആളൊക്കെ ലോ സീറ്റാണ് ഉപയോഗിക്കുന്നത്. ലോ സീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതൊരു ഓഫ് റോഡ് ബൈക്ക്, കുറച്ചുകൂടി റാലി മൂഡ് ആയതുകൊണ്ട് തന്നെ റാലി സീറ്റും അവൈലബിൾ ഉണ്ട്. അത് വരുമ്പോൾ 165 mm ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ല 865 mm ആണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റൈഡ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഭൂട്ടാൻ പോയതൊന്നും മോട്ടറാടിയിൽ നിന്ന് വരുന്നില്ല. നമുക്ക് റൈഡിങ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ കൊല്ലവും ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു 10 days പുറത്തേക്കുള്ള റൈഡ് പിടിക്കാറുണ്ട്. വണ്ടി ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട്. അല്ലാണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ബൈക്ക് റിലേറ്റഡ്, അഡ്വഞ്ചർ ബൈക്ക് റിലേറ്റഡ് എന്തുണ്ടെങ്കിലും ഐ ക്യാൻ ഹെൽപ്പ് യു. ഞാൻ പേഴ്സണലിയാണ് ചെയ്യാറ്. ഇതുവരെ അങ്ങനെ ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ടൈം നോക്കി ഞാൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രീമിയം ഗൈസിനൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബിഗ് ബൈക്ക് മെയിനായിട്ടുള്ള ട്രെയിനിങ് ഹൈറ്റ് കുറഞ്ഞവർക്കാണ് മെയിൻ എന്നെ ഉപകാരപ്പെടുക. എൻ്റെ ഹൈറ്റ് വളരെ കുറവാണ്, മീൻസ് ഈ കമ്പയർഡ് ടു ദ ബൈക്സ് വിച്ച് ഐ റൈഡ്. ഈ 1300 GSA ഉണ്ടോ, ഇത്രയും വലുത്. ഇത് ഇത്രയും വലിയ പെട്ടിയും പറ്റൊക്കെ ഓടിക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകതരം ഒരു ബാലൻസ് തന്നെ വേണം. അത് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. പിന്നെ ഓരോ മോഡും എന്തിനാണ്, എങ്ങനെയാണ് സസ്പെൻഷൻ ഡാമ്പിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടെറൈനിൽ ചെല്ലും. ഇപ്പോൾ ഞാൻ ഡാർജിലിംഗ് റൈഡ് പോയപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ പേരൊക്കെ ജസ്റ്റ് റോഡ് മോഡ് അല്ലെങ്കിൽ ഡൈനാമിക് മോഡിലോട്ട് ഓടിക്കുക. ഡൈനാമിക് മോഡിൽ ഓടിക്കുമ്പോൾ വണ്ടിക്ക് പവർ കൂടുതലായിരിക്കും, സസ്പെൻഷൻ ഡൈനാമിക് ആയിരിക്കും. അപ്പം നമുക്ക് പവർ വേണം, ടെറൈൻ ഷോ കാണുന്നുണ്ടെങ്കിൽ ആ സസ്പെൻഷൻ റോഡിലേക്ക് മാറ്റണം, ഓർത്ത് മാറ്റണം. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് അത് ഓണാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ 10 ദിവസത്തെ നോർത്ത് ഈസ്റ്റ് ഭൂട്ടാൻ റൈഡ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഓടി വന്നത്. ഈ വണ്ടി ഞാൻ പോയ ഗ്യാപ്പിലാണ് ലോഞ്ച് ആയത്. ഇതിനെ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ എനിക്ക് എന്തായാലും കിട്ടും. ഞാൻ ഇൻഫ്ലുവൻസറല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ച് ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. മീൻസ് നല്ലത് ആണെന്ന് പറയാറില്ല. എനിക്ക് എസ്പെഷ്യലി ഫീൽ ചെയ്തേക്കുന്നത് നല്ലതെന്ന് തോന്നിയത് എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടൻസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കാറ്, ഇടുന്നത്. കുറേ പേര് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഭൂട്ടാൻ റൈഡിന് ശേഷം അവർ എന്നോട് ചെയ്തു പറയുന്ന ശേഷം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വാക്ക് അറൗണ്ട് വീഡിയോന് വേണ്ടി വന്നതാണ്. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഓരോ മോഡലും എങ്ങനെയാണ് വേണ്ടി ഓടണത്, എൻഡ്യൂറോ പ്രോ എന്താണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 2 ദിവസം മടിയിൽ വണ്ടി ഉണ്ടാവും. വണ്ടിയുടെ പൊട്ടൻഷ്യൽ എങ്ങനെയുണ്ട് ഓവറോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ആംബ്രോ 46.